Meet the editors. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിൽ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. പാനലിലുള്ള പ്രതിപക്ഷ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തില്ല. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നതായി കൊടിക്കുന്നിൽ സുരേഷും പ്രതികരിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. വരവറിയിച്ചോ പ്രതിപക്ഷം എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഭരണഘടന കയ്യിലേന്തി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായൊരു വരവ്. ആ വരവ് മാത്രമല്ല, ഒട്ടേറെ ദൃശ്യങ്ങൾ ഇന്നേ വരെ പാർലമെൻറ്റ് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കിടയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. വരവറിയിച്ചോ പ്രതിപക്ഷം? നോക്കൂ, ഒരു പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു നല്ല ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ഞാൻ കാണുന്നത്. അതിന് കാരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് വളരെ റിജുവിനേറ്റഡ് ആയ ഒരു പ്രതിപക്ഷത്തെ, വളരെ ഐക്യത്തോടു കൂടിയുള്ളൊരു പ്രതിപക്ഷത്തെ നമ്മളിന്ന് പാർലമെൻറ്റിൽ കാണുന്നത്. നമ്മളെപ്പോഴും പറയും, ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിശക്തമായ പ്രതിപക്ഷമാണ്. അതിശക്തമായ പ്രതിപക്ഷം ഉള്ളപ്പോഴാണ് രാജ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുക, രാജ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ വിഭാവന ചെയ്യപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ വസ്തുത. 2024 തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ശക്തമായൊരു പ്രതിപക്ഷം ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് BJP എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് 240 സീറ്റുകളും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഇപ്പോൾ BJP. അത് ശക്തമായ വേരോട്ടം രാജ്യത്തെമ്പാടുമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനെ അത്ര എളുപ്പത്തിലൊന്നും കടപുഴക്കി എറിയാൻ കഴിയുകയുമില്ല. പക്ഷേ ഇന്ന് ആ BJP എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്, ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് രാജ്യത്ത് അതിശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ പാർലമെൻറ്റിന് മുമ്പിൽ കണ്ടത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതാണ്ട് 230-ലേറെ MP-മാർ പാർലമെൻറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് എടുത്ത് നോക്കൂ, നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരാണല്ലോ. നമ്മൾ ഈ പാർലമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിയമസഭയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ജോലിയുടെ ഭാഗമാണത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശക്തമായൊരു ചർച്ച നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ഇവിടെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ രാജ്യത്ത് വലിയ വിലക്കയറ്റം ഉണ്ടായില്ലേ? ആ വിലക്കയറ്റം എപ്പോഴെങ്കിലും ഗൗരവത്തോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായില്ലേ? കഴിഞ്ഞ ഡിസംബറിൽ 2 യുവാക്കൾ ഈ പറയുന്ന ലോക്സഭയിലേക്ക് ഇറങ്ങിയിട്ട് പ്രതിഷേധമുണ്ടാക്കിയില്ലേ? ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി ആയിരുന്നല്ലോ ലോക്സഭയിലേക്ക് കടന്നു കയറി പ്രതിഷേധമുണ്ടാക്കി, അല്ലേ? ആ രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടായിട്ട് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇന്ത്യൻ പാർലമെൻറ്റിൽ? ഗൗരവതരമായ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? എന്താണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്? രാജ്യത്ത് ഓരോ പ്രശ്നങ്ങളും എടുത്ത് അതിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഇലക്റ്റഡ് ബോഡി അല്ലേ? അതിനല്ലേ നമ്മൾ ഈ പ്രതിനിധികളെയൊക്കെ വിജയിപ്പിച്ച് അങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ അവസരം ഉണ്ടാകാതിരിക്കുന്നു. എത്ര അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ 10 വർഷം എടുത്തു നോക്കിയാൽ? ഓരോ വിഷയത്തിൻ്റെയും പേരിൽ പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു അടിയന്തര പ്രമേയത്തിന് ആവശ്യം ഉന്നയിച്ചാൽ ഏകപക്ഷീയമായി തള്ളിക്കളയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ കലാപമല്ലേ മണിപ്പൂർ കലാപം എന്ന് പറയുന്നത്? ആ മണിപ്പൂർ കലാപം എങ്ങനെയാണ് പാർലമെൻറ്റ് ചർച്ച ചെയ്തത്? പാർലമെൻറ്റിൽ പോയിട്ട് പുറത്തു പോലും ഒരു പ്രസ്താവന നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. അതായിക്കോട്ടെ, പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയാണ്. ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനം നിന്ന് കത്തുമ്പോൾ അതിൻ്റെ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് പാർലമെൻറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് അവസരം ഉണ്ടായില്ല. പിന്നെ എങ്ങനെ അവസരം ഉണ്ടായത്? ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരേണ്ടി വന്നു, അല്ലേ? നരേന്ദ്രമോദിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് മണിപ്പൂർ ചർച്ച ചെയ്യാനായിട്ട് സാധിച്ചത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു സാഹചര്യമാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ 10 വർഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഒരു ബില്ല് പോലും ചർച്ചയ്ക്കെടുത്ത് പ്രതിപക്ഷത്തെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതിൻ്റെ വരും വരായ്വകൾ ചർച്ച ചെയ്തുകൊണ്ട് പാസ്സാക്കിയിട്ടുണ്ടോ ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷം? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. കാർഷിക ബില്ല് 3 പ്രധാനപ്പെട്ട നിയമങ്ങളാണല്ലോ ഇന്ത്യയിലെ കർഷകരെ ബാധിക്കുന്ന. എന്താണ്? ഇന്ത്യൻ കർഷകരാണ് ഇന്ത്യയുടെ ജീവനെന്ന് നിരന്തരം പ്രസംഗിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി? അദ്ദേഹമാണല്ലോ ഈ 3 കാർഷിക നിയമങ്ങൾ ഒരു ബില്ലായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഈ പാർലമെൻറ്റിൽ. എന്നിട്ട് ആ പാർലമെൻറ്റിലെ ആ ബില്ല് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിക്ക് പോയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നിട്ടുണ്ടോ? എന്താ സംഭവിച്ചത്? രാജ്യത്തൊരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ മുട്ടുമടക്കേണ്ടി വന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക്. അതിന് വലിയ വിലയും BJPക്ക് തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് പാർലമെന്റിനെ ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഏതൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് പുറത്തേക്കൊരു സന്ദർശനം നടത്തിയാലും, നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ പാർലമെന്റിൽ? എത്രയോ തവണ പാർലമെന്റ് സുജയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പ്രധാനമന്ത്രി മറ്റൊരു രാജ്യം സന്ദർശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ ആദ്യം പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യം എന്താ? പാർലമെന്റിൽ വന്ന് പാർലമെന്റിനെ ബ്രീഫ് ചെയ്യും. ഈ വിദേശ
വിദേശ സന്ദർശനത്തെക്കുറിച്ച് ബ്രീഫ് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ എന്താണ് രാജ്യത്തിന് പുറത്തുപോയി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ചർച്ചകൾ, ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് എന്താണ് രാജ്യത്തിന് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾ, ഇതെല്ലാം പാർലമെന്റിനെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. നരേന്ദ്രമോദി എത്ര വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പാർലമെന്റിനെ അത് ബ്രീഫ് ചെയ്തിട്ടുണ്ടോ നരേന്ദ്രമോദി? ഇല്ലല്ലോ. ഈ രീതിയിലാണ്. ഇതൊന്നും പ്രതിപക്ഷത്തെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക, ഏകപക്ഷീയമായി ബില്ലുകൾ പാസ്സാക്കുക. ഇപ്പോൾ CAA പോലുള്ളൊരു ബില്ല്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 പോലൊരു ബില്ല്, വളരെ പ്രധാനപ്പെട്ട ബില്ലുകളല്ലേ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പ്രതിപക്ഷ MP ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അഭിപ്രായം പറയാൻ തുടങ്ങുന്ന MP ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഈ സ്റ്റോക്ക് മാനിപ്പുലേഷൻ ആയിരുന്നു. ആ സ്റ്റോക്ക് മാനിപ്പുലേഷൻ സംബന്ധിച്ച് ഒരു വിദേശ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വരികയാണ്. ആ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യണം എത്രയോ തവണ പാർലമെന്റിൽ പ്രതിപക്ഷം ആവശ്യപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ എന്താ മീനാക്ഷി ലേഖി എന്താ പറഞ്ഞതെന്നറിയാം? നിങ്ങൾ മര്യാദയ്ക്കുന്നുണ്ടോ, ഇല്ല ED നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രീതിയിലാണ് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് വെച്ചാൽ അവരുടെ അംഗബലം വളരെ കുറവായിരുന്നു. അപ്പം ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ടായി ഇങ്ങനെയൊരു പോക്കാണ് ഈ രാജ്യം പോകുന്നതെങ്കിൽ അത് രാജ്യത്തിന് ഗുണകരമല്ല, അത് ഈ പറയുന്ന ഇന്ത്യൻ സൊസൈറ്റിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒരു ശക്തമായ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം സംഭാവന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ലൊരു ദിവസമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കാരണം ഇന്നിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഈ പറയുന്ന വലിയ അപ്രോർസ് ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പാർലമെന്റിലെ പ്രതിപക്ഷത്തിൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടി പാർലമെന്റ് സമ്മേളനത്തെ എപ്പോഴും തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് പ്രതിപക്ഷം ഒരു ഫോർമിഡബിൾ ഫോഴ്സാണ് എന്ന് ഭരിക്കുന്ന ആളുകൾക്ക് ബോധ്യമുണ്ടായിരിക്കുക. അതുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നല്ല ചർച്ചകളിലൂടെ ബില്ലുകൾ പാസ്സാക്കുക, അല്ലെങ്കിൽ ബില്ലുകൾ മാറ്റിവെക്കുക. രാജ്യത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ ജനാധിപത്യപരമായി ഒരു സർക്കാരിനെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇനി വരും ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം ഈ പറയുന്ന നമുക്ക് വിശ്വാസത്തോടുകൂടി പറയാൻ പറ്റും. ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ കഴിയില്ല. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ എക്സിറ്റ് പോൾ സ്കാം ഉണ്ടല്ലോ. ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന വാർത്താ സമ്മേളനം അതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 30 ലക്ഷം കോടിയുടെ അഴിമതിയാണ് ആരോപിച്ചിരിക്കുന്നത്. അത് ഈ ഇന്ത്യൻ പാർലമെന്റിന് ചർച്ച ചെയ്യേണ്ടി വരും. ഈ രീതിയിൽ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യട്ടെന്നേ, അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകട്ടെ. ഇന്നിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ വരുമ്പോൾ തന്നെ നീറ്റിൻ്റെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഇതൊന്നും കഴിഞ്ഞ 10 വർഷമായിട്ട് പാർലമെന്റ് നമ്മൾ കണ്ടിട്ടില്ലെന്നേ. നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് ഇന്ന് എങ്ങനെയായിരുന്നു? അപ്പോൾ ആ അർത്ഥത്തിൽ രാജ്യത്തെ ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമായിട്ട് ഞാനിത് കാണുന്നു. ഇന്നൊരു പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ കണ്ടു. വരും ദിവസങ്ങളിൽ സർക്കാരിനെ സംബന്ധിച്ച് കിട്ടിയ ഭൂരിപക്ഷം കൊണ്ട് എന്തും അങ്ങ് നടത്തിക്കളയാമെന്നുള്ള ഒരു ബുൾഡോസർ രീതി ഉണ്ടല്ലോ. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടം സ്പീക്കറാക്കാതിരിക്കുന്നു. അതൊക്കെ ഒരു സന്ദേശം കൊടുക്കാൻ ഡെപ്യൂട്ടി സ്പീക്കർ തരില്ല എന്ന് പറയുന്നു. ഈ രീതിയിൽ വീണ്ടും ഒരു അയൺ ഹാൻഡ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ അങ്ങനെ സുഗമമൊന്നും ആയിരിക്കില്ല ഈ പറയുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ കാണിക്കുന്ന ഈ റെസിസ്റ്റൻസ് പോലും വരും ദിവസങ്ങളിൽ അവർക്ക് മാറ്റേണ്ടി വരും, അഥവാ മാറ്റാൻ അവർ നിർബന്ധിതമാകും. ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒരു വലിയ ജനാധിപത്യപരമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആ മാറ്റം സംഭവിച്ചതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ആദ്യത്തെ ദിവസം എന്നാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ഓക്കെ സ്മൃതി, ഇതിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാചകം, ഭരണഘടനയെ തൊടാൻ ഒരു ശക്തിയും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. അവസാനം പറഞ്ഞ് കാറിലേക്ക് കയറി പോകുമ്പോൾ PTക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നതാണ്. വരവറിയിച്ചോ പ്രതിപക്ഷം? തീർച്ചയായിട്ടും മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ മോദിയുടെ നടപടികളാൽ ശക്തനായ രാഹുൽ ഗാന്ധിയാണ് നമ്മളിന്ന് പാർലമെന്റിൽ കണ്ടത്. ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണം തെരഞ്ഞെടുപ്പിൽ അത് ഒരു ഭരണഘടന ഒരു ആയുധമായിരുന്നല്ലോ. പോക്കറ്റ് ഡയറി പോലെ കൊണ്ടു നടക്കാവുന്ന ഭരണഘടന അത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു, പോകുന്നിടത്തെല്ലാം അതുകൊണ്ടുപോയി പ്രസംഗിക്കുന്നു. അതൊരു ആയുധമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ കൊണ്ടു നടന്നിരുന്നത്. അതിപ്പോൾ പാർലമെന്റിലും പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരിക്കുകയാണ്. 400 സീറ്റിന് മുകളിൽ കിട്ടിയാൽ ഭരണഘടന തിരുത്തുമെന്ന് പറയുന്നത് BJP നേതാവാണ്. അന്ന് പറഞ്ഞത് അനന്തകുമാർ ഹെഗ്ഡെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതാര് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ BJPയുടെ നേതാവ് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആ രൂപത്തിലല്ലെങ്കിൽ കൂടി പലതവണ ഇത് അമിത്ഷായും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഭരണഘടന പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തി കാണിക്കുകയായിരുന്നു. ഗഡ്കരി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കൈയടിക്കുകയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുമ്പോൾ ബഹളം വെക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു കൃത്യമായ മെസ്സേജ് ഉണ്ട്. അതായത് മുഴുവൻ ഭരണപക്ഷത്തെയും ഞങ്ങൾ എതിർക്കുകയല്ല, ഞങ്ങൾക്ക് എതിർക്കേണ്ടത് ഏത് തരം സമീപനത്തെയാണ്, ആ സമീപനത്തെ ഞങ്ങൾ രൂക്ഷമായി വിമർശിക്കും, അതിനെ തടയും. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതിൻ്റെ ചരിത്രപരമായ കരുത്ത് കിട്ടി
എന്ന് കാണിക്കുന്ന ഒരു ദിവസം കൂടിയായി മാറുകയാണ് ഈ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം. ഭരണഘടന തിരുത്തുമെന്ന പ്രസ്താവന ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ BJP-യിൽ നിന്ന് അകറ്റിയെന്നുള്ള നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ BJP-യുടെ സീറ്റ് നില എങ്ങനെയാണ് 46-ൽ നിന്ന് 30 കുറഞ്ഞു. കോൺഗ്രസിന്റെ സീറ്റ് നിലയാകട്ടെ 6-ൽ നിന്ന് 19 ഉയർന്നു. പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാകട്ടെ കോൺഗ്രസിന്റെ സീറ്റ് നില 4-ൽ നിന്ന് 12 ഉയർന്നു. BJP-യുടെ സീറ്റ് 31-ൽ നിന്ന് 26 താണു. ഗ്രാമീണ മേഖലയിലാകട്ടെ BJP-ക്ക് ആകെ 49 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഭരണഘടനയുടെ ശക്തി, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിന്റെ ശക്തി. അത് തെരഞ്ഞെടുപ്പിൽ കാണിച്ചതാണ്, പാർലമെന്റിലും അത് ഉയർത്തുകയാണ് പ്രതിപക്ഷം. അതുകൊണ്ടാണ് രാവിലെ തന്നെ പ്രധാനമന്ത്രി ഭരണഘടന മരവിപ്പിക്കപ്പെട്ട അടിയന്തരാവസ്ഥ ദിവസം ഓർമ്മിപ്പിച്ചത്. ഇന്നത്തെ ദിവസം തന്നെ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ തീരുമാനിച്ചതും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. നാളെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെ പ്രവർത്തിച്ചു, ജനാധിപത്യം എങ്ങനെ ഇല്ലാതായി, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കേണ്ട അതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ഇനിയൊരു അടിയന്തരാവസ്ഥ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ജനം എങ്ങനെ എതിർക്കും എന്നൊക്കെ പ്രതിപക്ഷത്തെ മോദി ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സാഹചര്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ആയാലും മഹുവ മൊയ്ത്രയായാലും അത് എന്തൊരു കാലത്തിൻ്റെ നീതിയാണ്. അവരെ പാർലമെന്റിലെ ഏറ്റവും ഉറച്ച 2 ശബ്ദങ്ങളെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാനെടുത്ത ആ ഒരു ശൗര്യം ഉണ്ടല്ലോ, അതിന് കൃത്യമായി ജനം നൽകിയ മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ പാർലമെന്റിലെ ശക്തമായ ശബ്ദമായി ഈ 2 പേരും വീണ്ടും പാർലമെന്റിലേക്ക് എത്തുകയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ 50 വർഷമല്ലേ ആവുന്നത്, 50 വർഷം എന്നുള്ള കാര്യം പ്രസംഗിക്കുമ്പോൾ അതിന് മറുപടിയായി രാഹുൽ ഗാന്ധി പറയുകയാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. ഇവിടെ പ്രതിപക്ഷ നേതാക്കളെ ജയിലിടുന്ന സാഹചര്യമുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരെ വിചാരണ കൂടാതെ ഇപ്പോഴും തടവിലിട്ടിരിക്കുന്നു, മാധ്യമപ്രവർത്തകരെ തടവിലിടുമ്പോൾ കോടതിയിൽ നിന്ന് അതിരൂക്ഷ പരാമർശങ്ങളോടുകൂടി അവർ മോചിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി എല്ലാ പ്രവർത്തനങ്ങളിലും ഈ രൂപത്തിൽ അത് കാണിക്കും. ഇപ്പോൾ മോദി ഈ അടിയന്തരാവസ്ഥ കാലത്ത് സിഖ് വേഷത്തിൽ മോദി ഒളിവിൽ കഴിഞ്ഞിരുന്നെന്നും അന്ന് പല നേതാക്കളും ജനസംഘം നേതാക്കളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് മോദി ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ ഒക്കെ പ്രവർത്തിച്ച ഒരാളാണ്, അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ്. അതായത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ആളാണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്ന് പറയേണ്ടുന്ന നിർബന്ധിതാവസ്ഥയിലേക്ക് മോദി എത്തിച്ചിരിക്കുന്നു പ്രതിപക്ഷം എന്നിടത്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം. ഇന്നിപ്പോൾ നീറ്റും നെറ്റും അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കും. നാളെയും ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയുടെ തുടർച്ചയ്ക്കേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ എന്തായാലും പ്രതിപക്ഷത്തിന് ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് ശക്തമായി ഉന്നയിക്കാൻ കഴിയും. ഓരോന്ന് ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കളെ പുറത്താക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കുന്ന കാലമാണ് നമ്മൾ ഇതുവരെ കണ്ടുപോയിട്ടുള്ളത്. പക്ഷേ ഇനി അതിന് സാധ്യത കുറവാണ്. അപ്പോഴും പ്രതിപക്ഷത്തിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നു എന്നുള്ള സൂചനകളുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ കാര്യത്തിൽ DMK-യിൽ നിന്ന് ഒരാൾക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് അവിടെ ഒരു പിളർപ്പുണ്ടാക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല, പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവിടെ അപ്പുറത്തും അതേ തന്ത്രം തന്നെ കുറച്ചുകൂടി മാന്യമായ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. കാരണം അവിടെ അസംതൃപ്തരായ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം സ്വാഭാവികമായ പ്രതിപക്ഷവും നോക്കും. കാരണം അല്പം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഭരണപക്ഷമാകാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി കഴിഞ്ഞ 2 കാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ കാലത്തിലുണ്ട്, 3-ാം ഊഴത്തിലുണ്ട്. പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. വോൾട്ടയറാണ് പറഞ്ഞത്. വോൾട്ടയർ മരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പാണെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. അതിനു മുൻപ് വോൾട്ടയർ പറഞ്ഞൊരു വാചകം, നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ എന്നെ വിയോജിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശത്തിനു വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കും എന്നാണ് പറഞ്ഞത്. എൻ്റെ ജീവൻ കൊടുത്തും എന്നെ എതിർക്കാനുള്ള നിൻ്റെ അവകാശത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ വോൾട്ടയറാണ് ഒരുപക്ഷെ ഈ ജനാധിപത്യത്തിൻ്റെയൊക്കെ വരവിൽ എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നത് ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഹർ മജസ്റ്റീസ് ഒപ്പോസിഷൻ, ഹിസ് മജസ്റ്റീസ് ഒപ്പോസിഷൻ എന്നുള്ള പദപ്രയോഗങ്ങളെല്ലാം. എന്താണോ പ്രധാനമന്ത്രി അതേപോലെയാണ് പ്രതിപക്ഷ നേതാവ് എന്നതാണ് നമ്മളുടെ തന്നെ പാർലമെൻറ്റിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ചരിത്രം പോലും. ഇന്ന് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ കണ്ടത് നാം ഇന്നേ വരെ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത കാഴ്ചകളാണ്. പഴയ പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സ്വാതന്ത്ര്യാനന്തരം എപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാനായി അംഗങ്ങൾ എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതേപോലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷ നിരയിൽപ്പെട്ട വിവിധ മുന്നണികളുടെ പ്രതിനിധികൾ, ലോക്സഭാംഗങ്ങൾ ഒരു കൂട്ടമായി നിന്ന് ശക്തിപ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. ഇന്ന് ആ കാഴ്ച നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഒരു കാഴ്ച എന്താണ്? പ്രോട്ടം സ്പീക്കറായി തഴഞ്ഞതിലുള്ള പ്രതിഷേധ
പ്രതിഷേധം മൂലം ഇതാദ്യമായി ഡെപ്യൂട്ടി സ്പീക്കറുടെ പാനലിൽ നിന്ന് 3 പ്രതിപക്ഷ നേതാക്കളും 3 പ്രതിപക്ഷ MP-മാരും പിൻവാങ്ങുന്ന കാഴ്ച. അവിടെ ഈ പാനലിലുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് പറയുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ തന്നെ പാർലമെന്റിൽ പ്രതിഷേധ ശബ്ദമുയരുന്ന കാഴ്ച. എപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനുകളിലേക്ക് പോയിരുന്നതിനു ശേഷമാണ് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ പ്രതിപക്ഷം വരവറിയിച്ചു എന്നതാണ് നമ്മൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് വായിക്കുന്ന സമയത്ത്, ഭർതൃഹരി മത്തവ് വായിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടത്. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ്. മൂന്നാമത്തത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നീറ്റ് എന്ന വിളികളുടെ മുൻപിലൂടെ വളരെ ദുർബലനായി നീങ്ങുന്ന ഒരാളാണ്. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ അവിടെ ഭരണപക്ഷത്തെ ഒരു MP-യും വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. MP മോദി എന്ന വാക്കുപയോഗിച്ച് പ്രതിരോധിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ അങ്ങനെയല്ല. പ്രതിപക്ഷത്തു നിന്നൊരു ശബ്ദമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ മോദി എന്ന് ഒരു തിരമാല പോലെ ആർത്തലിക്കുന്ന ഒരു ഭരണപക്ഷത്തെ കാണാം. പക്ഷേ ഇന്ന് നിശബ്ദമായി പോകുന്ന ഭരണപക്ഷത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഈ 3 കാഴ്ചകൾക്കൊപ്പം രസകരമായ ഒരു കാഴ്ച കൂടി കണ്ടു. വളരെ മനോഹരമായ ഒരു കാഴ്ച. ഈ പുതിയ പാർലമെന്റിലേക്ക് അംഗങ്ങൾ കയറി വന്ന് അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഭരണഘടനയും എന്തി ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ 4 പേരെ കാണാം. ആദ്യത്തെ ബെഞ്ചിൽ അങ്ങേറ്റത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പിന്നീട് അവധേഷ് പ്രസാദ് ഫൈസാബാദിൽ നിന്ന്, ഇവിടെ അയോധ്യയിലെ രാംലല്ല പ്രതിഷ്ഠിച്ച നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ സമാജ്വാദി പാർട്ടിയുടെ MP അവധേഷ് പ്രസാദിനെ അഖിലേഷ് യാദവ് പുറകിലത്തെ നിരയിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് മുൻനിരയിൽ ഉയർത്തുക മാത്രമല്ല കയ്യിലൊരു ഭരണഘടന വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അവധേഷ് പ്രസാദ്, അഖിലേഷ് യാദവ്, ഒപ്പം സുദീപ് ഉപാധ്യായ, ഈ രാഹുൽ ഗാന്ധി, ഈ 4 ചെറുപ്പക്കാരിങ്ങനെ നിരന്നിരിക്കുമ്പോൾ കയ്യിൽ ഭരണഘടനയുമായിട്ട് ഇരിക്കുക മാത്രമല്ല അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി സ്പീക്കറുടെ ഡൈസിലേക്ക് വരുമ്പോൾ അയോധ്യയിൽ വിജയിച്ച SP-യുടെ സ്ഥാനാർത്ഥിയായ അവധേഷ് പ്രസാദ് എന്ന MP ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. ഒരുപക്ഷെ നമുക്കൊക്കെ വളരെ ആവേശകരമായ ഒരു ദൃശ്യമാണത്. ഭരണഘടന എങ്ങനെയാണ് മതേതര ഭാരതത്തിൽ വീണ്ടും ഉയർത്തപ്പെടുന്നത് എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായി എനിക്ക് തോന്നിയത് ഇന്ന് ആ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം മുൻനിരയിലിരുന്ന് അവധേഷ് പ്രസാദും ഒപ്പം ഈ അഖിലേഷ് യാദവും ഒക്കെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ദൃശ്യങ്ങളാണ്. അതൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ ഭരണഘടനയെ എങ്ങനെയാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്? 1949 നവംബർ മാസം 30-ാം തീയതി ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്ത് 4-ാമത്തെ ദിവസം ഓർഗനൈസറിൻ്റെ മുഖപത്രത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്, മനുസ്മൃതി ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ആദരപാത്രത്തിന് വിധേയമാകുമ്പോൾ ഇന്ത്യയിലെ പണ്ഡിതന്മാർക്ക് മനുസ്മൃതിയിലെ നിയമങ്ങൾ അറിയില്ലായിരുന്നു എന്നാണ് ഓർഗനൈസറിൻ്റെ എഡിറ്റോറിയൽ എഴുതുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നതിനും മുൻപ് പേർഷ്യയിലും സ്പാർട്ടയിലും ഒക്കെ നിയമനിർമ്മാണം നടക്കുന്നതിന് മുമ്പ് എഴുതിയിരുന്ന മനുസ്മൃതിയിലെ നിയമങ്ങൾ ഉൾപ്പെടുത്താത്ത ഭരണഘടന ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ RSSൻ്റെ ചരിത്രം മുതൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണഘടനയെ വിവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായിരുന്നു, പ്രതീകാത്മകമായ പ്രതിഷേധമായിരുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ഇതേ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ വിതരണം ചെയ്ത പകുതി ഭരണഘടനകളിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും അപ്രത്യക്ഷമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതേ പാർലമെന്റിന് തൊട്ടു മുമ്പുള്ള പഴയ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ട നിയമങ്ങളിൽ പൗരത്വ നിയമ ഭേദഗതിയിൽ മതേതരത്വത്തെ ഖണ്ഡിച്ചുകൊണ്ട് പൗരത്വത്തിന് മതപരമായ മാനദണ്ഡം നൽകിയത്, ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്തത്, കാർഷിക നിയമങ്ങളും ലേബർ നിയമങ്ങളും പാസ്സാക്കിയത്, എന്തിനേറെ ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക ബന്ധങ്ങളുടെ പുറത്ത് കേന്ദ്രത്തിന് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിൽ ഫിനാൻസ് കമ്മീഷൻ്റെ നിയമങ്ങളെ വ്യാഖ്യാനിച്ചത്, ഇതെല്ലാം നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ 10 വർഷക്കാലമാണ്. അതിനെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിൽ കൂടിയാണ് പ്രതിപക്ഷം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പ്രതീകാത്മകമായിട്ടൊരു പോരാട്ടം നമ്മൾ കണ്ടത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശ്വസിക്കുന്നു, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അങ്ങനെ അപ്പം ചുടുന്നത് പോലെ ഒരു നിയമനിർമ്മാണവും ഉണ്ടാവില്ല. പോക്കറ്റിൽ നിന്നെടുത്ത് ഇനി ഒരു ആർട്ടിക്കിൾ 370 പോലെ ഒരു ആർട്ടിക്കിളും ഇനി ഭേദഗതി ചെയ്യപ്പെടില്ല. ഒരു കണക്ക് പറയുന്നത്, മൻമോഹൻ സിംഗ് പോകുന്ന UP2-വിൻ്റെ കാലത്ത് മൊത്തം ആ പാർലമെൻറ്റിൻ്റെ, അതായത് 15ാമത്തെ ലോക്സഭയിൽ മൊത്തം പാസ്സാക്കപ്പെട്ടിരിക്കുന്ന ബില്ലുകളിൽ 71% സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പോയിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പോയി വിവിധ ചർച്ചകൾ നടത്തി ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടാണ് സഭ പാസ്സാക്കിയിരുന്നത്. 16ഉം 17ഉം ലോക്സഭയിലേക്ക് എത്തുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പോകുന്ന ബില്ലുകളുടെ എണ്ണം 71% നിന്ന് UPA സർക്കാരിൻ്റെ കാലത്തെ 71% നിന്ന് 25%-ലേക്ക്
2014-19 കാലഘട്ടത്തിലും അവിടെ നിന്ന് 16% എന്ന കണക്കിലേക്ക് 2019-2024 മോദി രണ്ടാം സർക്കാരിൻ്റെ കാലത്തേക്ക് മാറി. അതായത് 100 ബില്ലുകൾ പാസ്സാക്കിയാൽ 17 ബില്ലുകൾ മാത്രമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിൽ പോകുന്നത്. ബാക്കി 84 ബില്ലുകളും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് എക്സിക്യൂട്ടീവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പാസ്സാക്കപ്പെടുന്ന അവസ്ഥ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് നോക്കുകുത്തിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ പാർലമെൻറ്റ് പ്രതിപക്ഷത്തിൻ്റെ സക്രിയമായ ഇടപെടലിലൂടെ ജനാധിപത്യത്തിൻ്റെ തുറന്ന സംവാദവേദിയായി മാറാൻ പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ആ മനോഹരമായ ദൃശ്യങ്ങൾ പാർലമെൻറ്റിൽ ഒരിക്കൽ കൂടി പ്രതിപക്ഷം ശക്തമായി ഭരണപക്ഷത്തെ നിയന്ത്രിക്കുകയും ഭരണപക്ഷത്തിന് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു, ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷമായി നിങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. പറയുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിട്ടു. കഴിഞ്ഞ തവണ 10% തികയാത്തതുകൊണ്ട് പ്രതിപക്ഷ പദവി സ്ഥാനം കൊടുക്കുന്നതിന് വിയോജിപ്പറിയിച്ചു. അങ്ങനെ എത്രയെത്ര ഘട്ടങ്ങൾ 147 എംപിമാരെ ഒറ്റയടിക്ക് പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് UPK ലഡ്കയുടെ നേതൃത്വത്തിൽ ഈ ലോക്സഭ പ്രതിപക്ഷത്തിൻ്റെ സജീവ സക്രിയ സാന്നിധ്യമായി മാറാൻ പോവുകയാണ്. ഭരണപക്ഷത്തിന് ശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി മാറാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ. അതിൽ നീറ്റ് എന്ന് പറയുന്ന വിഷയമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രേക്ഷകർക്ക് അറിയാമെന്ന് തോന്നുന്നു, ഈ 24 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് ഒരാളിൽ നിന്ന് 1500 രൂപ വീതം ഫീസ് വാങ്ങി നടത്തിയ പരീക്ഷയാണ്. മൊത്തം കണക്കിലെടുത്താൽ 360 കോടി രൂപയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ കൊടുത്തിരിക്കുന്നത്. 10 മാസത്തെ ശരാശരി പ്രിപ്പറേഷൻ, 3 മുതൽ 4 വർഷക്കാലത്തെ താല്പര്യമുള്ള പ്രിപ്പറേഷൻ, ഇതെല്ലാം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ എഴുതിയൊരു പരീക്ഷ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും അധികം കുളമാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. യുവമോർച്ചയ്ക്കും AVPക്കും പ്രതിഷേധമുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ പുറത്തു വരാൻ പോകുന്നു. പാർലമെന്റിൽ അത് വലിയ പ്രതിഷേധമായി മാറാൻ പോകുന്നു. ചെറുപ്പക്കാരുടെ പ്രതിരോധാഗ്നിയിലാണ് ഈ സർക്കാർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിരോധത്തിലൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ, ഇവിടെ പ്രതിപക്ഷം വരവറിയിച്ചോ എന്നാണ് ചോദ്യം. സർക്കാർ പ്രതിരോധത്തിലാണ് എന്നാണ് അങ്ങ് അവസാനിപ്പിച്ചത്. പ്രതിപക്ഷം വരവറിയിച്ചിട്ടേ ഉള്ളൂ. ആ വരവ് എത്ര ദിവസം ഇതേപോലെ ഇതേ ആർജവത്തിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ദിവസം തന്നെ ബഹളത്തോടെ തുടങ്ങിയിരിക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: രാജ്യത്തിന് ഒരു നല്ല പ്രതിപക്ഷവും ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷവും വേണം, അല്ലാതെ ദിവസവും വന്ന ഉടൻ തന്നെ ബഹളം വെച്ച് സഭാ ദിനങ്ങൾ, സഭാ സമ്മേളനം തടസ്സപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷത്തെ അല്ല രാജ്യത്തിന് വേണ്ടത്. ഉണ്ണി സാർ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. ശക്തമായ പ്രതിപക്ഷത്തെയാണ് ജനം തെരഞ്ഞെടുത്തത്, അല്ലാതെ ഭരിക്കാനല്ല. ഇന്ത്യ മുന്നണി കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഭരണഘടന ഉയർത്തിയും ഒക്കെ പ്രചാരണം നടത്തിയിട്ടും എല്ലാ രീതിയിലും പ്രചാരണം നടത്തിയിട്ടും അവർ പ്രതിപക്ഷത്തിരിക്കട്ടെ എന്നാണ് ജനം തീരുമാനിച്ചു നൽകിയത്. അത് അംഗീകരിക്കുന്നതിന് ഒരുപാട് സന്തോഷം. നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തുടർച്ചയായി 3-ാം തവണയും ഒരു സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സർക്കാർ ചെയ്ത കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ പ്രവർത്തനങ്ങൾ അത് നിങ്ങൾ കണ്ടില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരമായിട്ടാണ് 60 വർഷത്തിന് ശേഷമാണ് ഒരു 3-ാം ഊഴം ഒരു സർക്കാരിന് ലഭിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് കിട്ടിയ ഒരു അംഗീകാരത്തിന്റെ മുദ്ര തന്നെയാണ്. 240 സീറ്റേ BJPക്കുള്ളൂ എന്ന് പറഞ്ഞ് പഴിച്ചാലും NDA ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ ജനങ്ങൾ അവർക്ക് കൊടുത്ത അംഗീകാരത്തിന്റെ മുദ്രയായി തന്നെയാണ്. ആ അംഗീകാരത്തിന്റെ മുദ്ര അഖിലേഷ് യാദവിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നെങ്കിൽ, UPയിലെ ചെറുക്കന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരായിരുന്നേനും ഇപ്പോൾ പ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയുമായും ഒക്കെ ഇന്ന് അവിടെ പാർലമെന്റിലേക്ക് വരിക. അപ്പോൾ ബഹളത്തോടെ തുടങ്ങുന്നു ഭരണഘടനയുടെ പകർപ്പുമായുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച്. അങ്ങനെ ഒരു ഹൈലി ആക്ഷൻ പാക്ഡ് സീൻസ് ആയിരുന്നു ഇന്നത്തെ പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. സഭയ്ക്ക് പുറത്തും സഭയ്ക്കുള്ളിലും എല്ലാം ഭരണഘടനയുമായി വരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഭരണഘടനയുടെ പകർപ്പുമൊക്കെയായി അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ എന്താണോ പ്രചാരണത്തിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് ഈ പാർലമെന്റിനുള്ളിലേക്കും അതിൻ്റെ ഒരു തുടർച്ചയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ആ ദൃശ്യങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമ്പോൾ ഈ ഭരണഘടന അതുതന്നെയാണ് തങ്ങളുടെ ആയുധം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം ഈ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിക്കാട്ടുന്നത്. ഇവിടെ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമാണ് നാളെ. 50-ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഭരണഘടനയെക്കുറിച്ച് കൂടുതലായി പ്രതിപക്ഷം ഇന്ന് പറയുക തന്നെ വേണം. കാരണം നാളെ മുതൽ അത് പറയാൻ പോകുന്നത് നരേന്ദ്രമോദിയും ഭരണപക്ഷവുമാണ്. എന്തുകൊണ്ടാണ് 21 മാസം നീണ്ട ജനാധിപത്യത്തിന്റെ ഇരുണ്ട ദിനങ്ങൾ സമ്മാനിച്ചത് ഇതേ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയാണ്.
ഇന്ദിരാഗാന്ധി എന്നാണ് അവരുടെ പേര്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സമ്മാനിച്ച ജനാധിപത്യത്തിന്റെ ആ 21 ഇരുണ്ട മാസങ്ങളുടെ അത്രയും വരില്ല ഉണ്ണിസാറേ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം എന്ന് പറയുന്നത്. രാജ്യം ഏറ്റവും കൂടുതൽ തടവറയിലാക്കപ്പെട്ട ആ കറുത്ത മാസങ്ങളുടെ അത്രയും ഒന്നും എന്തായാലും നരേന്ദ്രമോദിയെ നിങ്ങൾ തിരിച്ചും മറിച്ചും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ദിരാഗാന്ധി ചെയ്ത ആ ചെയ്തിന്റെ അത്രയൊന്നും വരില്ല എന്നുള്ളത് നാളെ മുതൽ ആ ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നരേന്ദ്രമോദി വളരെ ഈ പരാജയം എന്നല്ല ഈ വിജയം നേടി 3ാം തവണ അധികാരത്തിൽ വരുമ്പോഴും പരാജയപ്പെട്ടവർ ഇപ്പോഴും ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞാണ്. അതായത് 100 സീറ്റ് വിമതന്റെ സീറ്റ് കൂടി കൂട്ടിയാൽ 100 സീറ്റ് അത്രയുമാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത്. 200 കടന്നു എന്ന മട്ടിലാണ് അഹങ്കാരം. അപ്പോൾ ആ അഹങ്കാരത്തിലേക്കല്ല പോകേണ്ടത്. എന്താണോ മാൻഡേറ്റ്, പ്രതിപക്ഷത്തിരിക്കാനാണ് മാൻഡേറ്റ്, അതിന് പകരം ഞങ്ങളായിരുന്നു ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുതിരക്കച്ചവടമെന്ന് BJP ചെയ്താൽ പറയും. മറുഭാഗത്ത് നിന്ന് കക്ഷികളെ ഇങ്ങോട്ടേക്ക് കൂട്ടാനായി ഇന്ത്യ മുന്നണി നടത്തുന്ന ശ്രമത്തെ ശ്ലാഘിക്കും. അടുത്ത വേണമെന്ന് വെച്ചാൽ അവർക്ക് അധികാരം പിടിക്കാൻ കഴിയും, അവർക്ക് മറുഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കൂട്ടാൻ കഴിയും എന്ന് വളരെ അവരെ ആശ്ലേഷിക്കുന്ന രീതിയിൽ അത് വലിയ നല്ല കാര്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കും. അതൊക്കെ ആര് ചെയ്താലും അതിനെ കുതിരക്കച്ചവടം എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷം ജനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരു 5 വർഷക്കാലമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തിരിക്കാനാണ് ജനം കൊടുത്ത മാൻഡേറ്റ്. അതിന് പകരം ഈ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ BJPയെ പല സംസ്ഥാനങ്ങളിൽ കുറ്റം പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെ ചെയ്യാനാണ് രാഹുൽ ഗാന്ധിയും ടീമും തീരുമാനിക്കുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യത്യസ്തമായ ഒരു നറേറ്റീവ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ്. കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നുകൊണ്ടുള്ള ഒരു സക്രിയമായ ജനാധിപത്യം അടുത്ത 5 വർഷം കാണാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ദിവസങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു, ഇനി ഒരു 1700 ദിവസം മുന്നിലുണ്ട്. അത്രയും ദിവസങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ പോസിറ്റീവായ ചേഞ്ചസ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിയും. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരീക്ഷാ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേട് അത് ഗുരുതരമായ ക്രമക്കേടാണ്. ആ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേടിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അത് ആരായാലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട ആളായാലും അയാൾ നിയമത്തിന് മുന്നിലേക്ക് വരണം. കാരണം അങ്ങനെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടാൻ ശ്രമിക്കുന്ന ആളുകൾ, അത് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അവർ പുറത്തേക്ക് വരണം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്നിപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്ന, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചട്ടങ്ങൾ, പുറത്തിരിക്കുന്ന നിയമമടക്കം അത് കൃത്യമായി എൻഫോഴ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ, നടപ്പാക്കുകയാണെങ്കിൽ മാത്രമാണ് ഇനിയും ഇതുപോലെയുള്ള ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കുക. അല്ലാതെ ഇതൊന്നും ചെയ്യില്ല, ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ ആവർത്തിക്കും, ഇത്രയും ക്രമക്കേടുകളുള്ള ഒരു പാർട്ടിയാണ് ഭരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് പെട്ടെന്ന് ഫിക്സ് ചെയ്യാനായിട്ട് രാഹുൽ ഗാന്ധി കുറച്ചൊന്ന് ശ്രമിക്കൂ. അതാണ് എനിക്ക് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരണമല്ലോ. ഇപ്പോൾ നീറ്റ് UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച്, ആ ക്രമക്കേട് നടത്തിയ സർക്കാരിനെ കുറിച്ചാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് കള്ളാക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ 56 പേർ മരിച്ചല്ലോ. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയാണല്ലോ, DMKയും കോൺഗ്രസും ഒക്കെ ചേരുന്ന ഇന്ത്യ മുന്നണിയാണല്ലോ ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലേക്ക് ഇതുവരെ എത്താത്തത്? ആരാണ് അവിടുത്തെ വ്യാജമദ്യ മാഫിയയെ സംരക്ഷിക്കുന്നത്? തമിഴ്നാട്ടിലെ കാര്യമാണ്. അവിടെ കള്ളാക്കുറിച്ചിയിൽ 56 പേർ, കരുണാപുരത്തടക്കം ആ ഒരു ഗ്രാമത്തിലെ തന്നെ എത്ര കുടുംബങ്ങളിലാണ് വിളക്കടഞ്ഞു പോയത്. അപ്പോൾ ആ 56 പേർ മരിച്ചതിൽ ഒരു CBI അന്വേഷണം നടത്താൻ ആ മാഫിയയുടെ കിങ് പിൻ ആരാണോ അയാളിലേക്ക് അന്വേഷണം എത്തിക്കുന്നതിനായിട്ട് ഈ മുത്തുസ്വാമി എന്ന മന്ത്രി തയ്യാറാകുന്നില്ല. ആ മുത്തുസ്വാമിയെ പുറത്താക്കാൻ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട MK സ്റ്റാലിൻ തയ്യാറാകുന്നില്ല. അതൊരു ഇരട്ടത്താപ്പല്ലേ? നീറ്റ് UGC നെറ്റ് പരീക്ഷയിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നേ ആരായാലും പുറത്തു കൊണ്ടുവരണം. അതുപോലെ തന്നെ മറുഭാഗത്തൊരു ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ എന്തെങ്കിലും മിണ്ടിക്കേട്ടോ? രാഹുൽ ഗാന്ധി മിണ്ടിക്കേട്ടോ? പ്രിയങ്ക ഗാന്ധി മിണ്ടിക്കേട്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. അവിടെ അങ്ങനെ ഒരു വിഷമദ്യ ദുരന്തം നടന്നതായിട്ട് അറിഞ്ഞിട്ട് പോലുമില്ല ഇന്ത്യ മുന്നണി. ആ രീതിയിലുള്ള പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. എന്തിനാണ് ആ നിശബ്ദത? ആ നിശബ്ദതയും രാജ്യം കാണുന്നുണ്ടെന്നേ. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ഒപ്പം BJPയുടെ അധ്യക്ഷനുമായ JP നദ്ദ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഒരു കത്തയച്ചു. ആ കത്തിൽ എന്താ പറയുന്നത്? സർക്കാരുമായി ബന്ധമുണ്ടോ ഈ വ്യാജമദ്യ മാഫിയയ്ക്ക്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാത്തത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ തിരിച്ചടിക്കാനായിട്ടുള്ള ആയുധങ്ങൾ മറുഭാഗത്തുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും മാത്രം ആവനാഴി അല്ല നിറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചില കാര്യങ്ങളിൽ തന്ത്രപൂർവ്വം മൗനം പാലിക്കുന്നുണ്ട്.
NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള അടുത്ത ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ബാറ്റിൽ വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ്. ജൂലൈ 10-നാണ് 7 സംസ്ഥാനങ്ങളിലായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെയും ഇതുപോലെ തന്നെയുള്ള ഒരു പെർഫോമൻസ് ഉപതെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിക്ക് ഒരു ടീമായി കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി ഞാൻ ഉറ്റുനോക്കുന്ന കാര്യം. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും ഈ ആലീസ് തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഫോർമുലേഷൻ നടക്കാതെ പോകാറുണ്ട്. പക്ഷേ ഇവിടെ UPAയിൽ സംഭവിച്ചതുപോലെയല്ല. ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ഇതിലും നന്നായി പെർഫോം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലടക്കം BJPയുടെ കയ്യിലുള്ള സീറ്റുകൾ കോൺഗ്രസിന് പിടിക്കാൻ കഴിയും. ആ രീതിയിലേക്ക് ഇപ്പോൾ തൃണമൂൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ പിന്തുണയ്ക്കാമെന്നാണ് പറഞ്ഞത്. അധികാരത്തിലെത്താത്തത് കൊണ്ട് ഒപ്പം നിൽക്കുന്നു. പക്ഷേ അത് എങ്ങനെയുള്ള പിന്തുണയാണ് എന്നുള്ളത് മമതാ ബാനർജിയാണ് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമുണ്ടോ മമതാ ബാനർജി? അതാണ് അടുത്തതായി അറിയേണ്ടത്. ഇന്ത്യ മുന്നണിക്കൊപ്പമാണോ മമതാ ബാനർജി മത്സരിക്കാൻ പോകുന്നത്? വെസ്റ്റ് ബംഗാളിൽ 4 റായ്ഗഞ്ച്, റാണാഘട്ട് ദക്ഷിൺ, ബാഗ്ദ, മണികട്ല ഈ 4 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആകെ 13 സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ബീഹാറിൽ ഒരു സീറ്റുണ്ട്, തമിഴ്നാട്ടിൽ 1 മധ്യപ്രദേശിൽ 1, ഉത്തരാഖണ്ഡിൽ 2, അങ്ങനെയാണ് ഹിമാചലിൽ 3. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഈ ഇന്ത്യ മുന്നണി ഇതുപോലെ തന്നെ ഇൻടാക്റ്റായി നിൽക്കുമോ എന്നുള്ളതാണ് ഒരു റിയൽ ഫ്ലോർ ടെസ്റ്റ് രാജ്യം കാണാൻ പോകുന്നത്. ജൂലൈ 10-ാം തീയതി നടക്കാൻ പോകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇതുപോലെ തന്നെ ഈ മുന്നണി ഒന്നിച്ച് അതിലും മത്സരിക്കുമോ? കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്നപ്പോൾ ഇന്ത്യ മുന്നണി ഇല്ല എന്നായിരുന്നല്ലോ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി നിന്നു ഇത്രയും മെച്ചപ്പെട്ട നേട്ടം കൈവരിക്കാൻ, ശക്തമായ പ്രതിപക്ഷമാകാൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ അവർക്ക് ഒരു ആശയ അടിത്തറയുണ്ടെങ്കിൽ അവിടെയാണ് അത് കാണേണ്ടത്. NDA എന്തായാലും ഒന്നായി തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ. ഈ കഴിഞ്ഞ സെഷനിൽ ഡോക്ടർ അരുൺ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. അതായത് കഴിഞ്ഞ പാർലമെന്റ് സെഷനിലൊക്കെ 2-ാം നിരയിലായിരുന്നു രാഹുൽ ഗാന്ധി 2-ാം നിരയിൽ നിന്നും 1-ാം നിരയിലേക്ക് വരുന്നത് അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം 1-ാം നിരയിൽ ഇരിക്കേണ്ട രാഹുൽ ഗാന്ധി 2-ാം നിരയിൽ കഴിഞ്ഞ തവണ പോയി ഇരിക്കരുതായിരുന്നു. ഇത്തവണ 1-ാം നിരയിലേക്ക് അദ്ദേഹം വരുന്നു. മാത്രമല്ല കൂടെ ഈ അവധേഷ് പ്രസാദും സുദീപ് ബന്ദോപാധ്യായയും അഖിലേഷ് യാദവും ചേരുന്ന ആ ഒരു കോമ്പിനേഷന് നേരെ നോക്കി, അതായത് മറുനിരയിൽ ഇരിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു വേർഡ് ഫൈറ്റ് ലോക്സഭയിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ആ ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അത് നമുക്കും കണ്ടിരിക്കാൻ നന്നായിരിക്കും. പക്ഷേ അത് വിഷയങ്ങളിൽ ഊന്നി വേണം, അല്ലാതെ വെറുതെ ബഹളം വെച്ചും ബില്ലുകൾ കീറിയെറിഞ്ഞും അങ്ങനെ ക്ഷോഭം പ്രകടിപ്പിക്കുന്നത് ആകരുത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാം. നാളെ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണല്ലോ നമ്മൾ തുടങ്ങിയത്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പ്രതിപക്ഷം നാളെയും രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എല്ലാവരും ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം നാളെയും പാർലമെന്റിലേക്ക് വരാൻ. നാളെയും പാർലമെന്റിൽ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കണം. നാളെ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ കാര്യം ഇന്ത്യൻ ഭരണഘടനയെ അപ്പാടെ നിരാകരിച്ച് രാജ്യം ജയിലാക്കി മാറ്റിയ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയോടുള്ള പ്രതിഷേധമായി നാളെയും ആർജവമുണ്ടെങ്കിൽ ഇന്ത്യയോടാണ്, നമ്മുടെ രാജ്യത്തോടാണ് പ്രതിബദ്ധതയെങ്കിൽ നാളെയും ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇന്ത്യൻ പാർലമെന്റിലേക്ക് വരണം. കാരണം നാളെയും സത്യപ്രതിജ്ഞയാണല്ലോ നടക്കുന്നത്. നാളെയും അവർ നിരാകരിച്ച ഈ ഭർതൃഹരിയാണല്ലോ പ്രോട്ടം സ്പീക്കറായിരിക്കുന്നത്. അപ്പോൾ അന്തസ്സുണ്ടെങ്കിൽ നാളെയും ഇതേപോലെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി അന്ന് ചെയ്തതും തെറ്റായിരുന്നു എന്ന പ്രമേയം പാസ്സാക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രമേയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ രീതിയിൽ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൈയടിച്ചതിനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇവരെടുക്കുന്ന ഭരണഘടനയോടുള്ള നിലപാട്, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട്, അതിന് കൃത്യമായ അടിത്തറയുണ്ട്. അത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമാകും. അല്ല എങ്കിൽ ഭരണഘടന എന്ന് പറയുന്നത് ജാതിയെ ടൂളാക്കി ഉപയോഗിച്ചതുപോലെ തന്നെ ഒരു ടൂളായി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കൂട്ടരും ഉപയോഗിച്ചത് എന്നുള്ളത് ജനം തിരിച്ചറിയും എന്നുള്ളത് മാത്രമാണ് എൻ്റെ ടേക്ക്. ഇതിൽ പ്രതിപക്ഷം വരവ് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, സുജയ പറഞ്ഞതിനകത്ത് അടിയന്തരാവസ്ഥയ്ക്ക് അത്രത്തോളം വരത്തില്ല എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രോയും ഇത് ലൈറ്റും ആണോ നരേന്ദ്രമോദി? അല്ല, നിങ്ങളുടെ വ്യാഖ്യാനമാണല്ലോ. നേരത്തെ മാഡം ആണെന്ന് തോന്നുന്നു പറഞ്ഞത് അടിയന്തരാവസ്ഥ പോലെയാണ്. അടിയന്തരാവസ്ഥ അത്രത്തോളം വരില്ല. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് മാഡം പറഞ്ഞു. അതിനെയാണ് ഞാൻ റെഫർ. അപ്പൊ അടിയന്തരാവസ്ഥ അത്രത്തോളം വരില്ല എന്നാണോ? അങ്ങനെയല്ല, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് ഒരു റെഫറൻസ് പോലും വന്നില്ല. അപ്പോൾ അത് ഓർമ്മിപ്പിക്കണമല്ലോ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേരത്തെ തന്നെ സമ്മതിച്ചതാണ് അടിയന്തരാവസ്ഥ ശരിയായതല്ല, അത് ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ് എന്ന് കോൺഗ്രസ് നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. അല്ല, നാളെ ഭരണഘടന കൊണ്ടുവരണം. സമ്മതിച്ചവരും തെറ്റ് സമ്മതിക്കാത്തവരും തമ്മിലുള്ള മത്സരമാണ്. മാത്രമല്ല, ഇപ്പൊ അടിയന്തരാവസ്ഥ ഒരു എന്താ പറയുക, ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്നൊക്കെയാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടെ സുജയ് പറഞ്ഞ പോലെ തന്നെ 21 മാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 120 മാസം ഇവിടെ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉണ്ടായിരിക്കുന്നത് പറഞ്ഞു തന്നിട്ട് എത്ര ജേർണലിസ്റ്റുകൾക്കെതിരെയാണ് UAPA കേസ് ഉള്ളത്? ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് എത്ര UAPA ചുമത്തി എത്ര ജേർണലിസ്റ്റുകളെ അകത്താക്കിയിട്ടുണ്ട്? എത്ര മാധ്യമ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട്? എത്ര മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിച്ചിട്ടുണ്ട്?
എത്ര മാധ്യമ സ്ഥാപനങ്ങളെ സ്വന്തം വരുതിയിലാക്കിയിട്ടുണ്ട്. ഗോദി മീഡിയ എന്നൊരു വാക്ക് തന്നെ രൂപപ്പെട്ടല്ലോ. നിങ്ങൾക്ക് മോദിക്കെതിരെ സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ഇൻ്റർവ്യൂ കൊടുത്തത്? 74 ഇൻ്റർവ്യൂ കൊടുത്തു. ഈ 74 ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം നരേന്ദ്രമോദിക്കെതിരെ ചോദിക്കാൻ ഒരു ജേർണലിസ്റ്റ് ധൈര്യം വന്നിട്ടില്ല. ഒന്ന് ആലോചിക്കണം. ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇന്ദിരാഗാന്ധിക്ക് അറിവില്ലായിരുന്നു. സത്യത്തിൽ ഈ പറയുന്ന പ്രഖ്യാപിക്കേണ്ട അടിയന്തരാവസ്ഥ ഈ രീതിയിൽ പ്രവർത്തിക്കാം. 95% ED കേസുകൾ മാർക്കെതിരായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തെ ഓപ്പോസിഷൻ ലീഡേഴ്സിനെതിരായിട്ടാണ്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 2 മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലെ ജയിലിൽ കിടക്കുകയാണെന്ന് ഓർക്കണം. ആരാണ് അവരെ അകത്താക്കിയത്? ഇനി സുജയ പറഞ്ഞു ഈ തുടർഭരണത്തിന് അനുകൂലമായ ജനവിധി ഉണ്ടായിരുന്നു. എവിടെ തുടർഭരണത്തിന് അനുകൂലമായ ജനവിധി ഉണ്ടായി? ഇപ്പോൾ ഭരിക്കുന്നത് അതെ പറഞ്ഞുതരാം. ഭരിക്കുന്നത് എങ്ങനെയാണ്? ഈ 240 സീറ്റ് BJPക്ക് കിട്ടി. അങ്ങനെ BJPക്ക് ഭരിക്കാൻ കഴിയില്ലല്ലോ. BJP എങ്ങനെയാണ് ഭരിക്കുന്നത്? 2 ഘടകകക്ഷികളുടെ പിന്തുണയാണ്. അതിൽ TDP എപ്പോഴാണ് ജോയിൻ ചെയ്തത്? കഴിഞ്ഞ സർക്കാരിലുണ്ടായിരുന്നോ? NDAയിൽ ഉണ്ടായിരുന്നോ? മാത്രമല്ല 2 മാസം അത് ആയിക്കോട്ടെ, 2 മാസം മുമ്പ് ഈ TDPയുടെ ഇന്നത്തെ നേതാവായിട്ടുള്ള ആന്ധ്ര മുഖ്യമന്ത്രി ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ വിഷ്വൽ നമ്മൾ എന്താ കണ്ടത്? പിടിച്ച് രാത്രിയിൽ കൊണ്ടുപോയി പിന്നെ ജയിലിലിട്ട് പിന്നെ പോലീസിന്റെ ജീപ്പിലെടുത്തിട്ട് കൊണ്ടുപോയി വലിച്ചിഴച്ച് ജീപ്പിലിട്ട് കൊണ്ടുപോകുന്നതാണല്ലോ കണ്ടത്. അതിനുശേഷം പിന്നെ കാറ്റ് അനുകൂലമാകില്ല എന്നറിയാവുന്ന നരേന്ദ്രമോദി പിന്നെ നമ്മൾ കാണുന്ന ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ പിടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ്. അത് വളരെ ഒരു തമാശ ആയിട്ടുള്ള ഒരു വിഷ്വലാണ്. മോഡിയുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കാനാണ് പിന്നെ നായിഡു ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഘടകകക്ഷി JDU എത്ര നാളുണ്ടായിരുന്നു ഈ പറയുന്ന കഴിഞ്ഞ? ആന്ധ്രയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാറ്റി നിർത്താനല്ല, ആശ്ലേഷിക്കാനാണ്. അവിടെയുള്ള എൻറ്റയർ മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് അറ്റം വരെ പവൻ കല്യാൺ വരെയുള്ള എല്ലാം കണ്ടതല്ലേ അവിടെ? അല്ല, ഞാൻ പറഞ്ഞത് പിന്നെ മുഖ്യമന്ത്രിയായ സമയത്തെ ദൃശ്യത്തെ കുറിച്ചല്ല. അതിനു മുമ്പ് ആയിക്കോട്ടെ, പ്രീപോൾ അലയൻസ് ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം പാവപ്പെട്ട പിന്നെ നായിഡു ഒരു പ്രസംഗം പോഡിയത്തിൽ നടത്തിയിട്ട് സൈഡിലേക്ക് മാറുക. ഇദ്ദേഹം ഓടിച്ചെന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിരുത്തുക. നിങ്ങളാരും കണ്ടിട്ടില്ല ആ വിഷ്വല്? അതാണ് ഒരു ഘടകകക്ഷി. അപ്പോൾ തുടർച്ചയല്ല ഭരണത്തിന്റെ. 2 JDU പിന്നെ നേരത്തെ പിന്നെ സലാം കൊടുത്ത് പിരിഞ്ഞതല്ലേ. പിന്നെ ഇന്ത്യ ബ്ലോക്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, സത്യമാണ്. അത് നന്നായി BJP ഉപയോഗിച്ചു, അവിടുന്ന് പ്ലക്ക് ചെയ്ത് കൊണ്ടുവന്നു, ഉണ്ടാക്കി. ഭരണ തുടർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ 240 സീറ്റ് എൻ്റെ രാവിലെ മുതൽ രാത്രി വരെ ഹിന്ദുത്വ വികാരം ഇളക്കി വിട്ടുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധ വികാരം അതെങ്ങനെ ഞാനിപ്പോ ഇവിടെ നിന്ന് ഉൾക്കൊള്ളില്ല? മോഡി പ്രധാനമന്ത്രി ശരിയാണോ? അല്ലെന്നേ, കണ്ണടച്ചിട്ടാക്കുന്ന ഒരാളല്ല ഞാൻ. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അല്ലാന്ന് ഞാൻ പറഞ്ഞ വലിയ കാര്യമുണ്ടോ? അതൊക്കെ ഒരു വസ്തുതയല്ലേ. പക്ഷെ ഭരണം എങ്ങനെയാണ് സംഘടിപ്പിച്ചത്? അത് BJPക്ക് അനുകൂലമായ ഒരു വോട്ടിങ്ങിലൂടെ അല്ല. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. BJPയുടെ പ്രചരണം മുഴുവൻ രാവിലെ മുതൽ രാത്രി വരെ ഹിന്ദുത്വ വികാരമേ. അങ്ങനെ ഒരു വികാരം ഇളക്കിക്കൊണ്ട് മറ്റൊരു പാർട്ടിക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അവരുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനമില്ല. അങ്ങനെ ഒരു സാധനത്തിന്റെ ബലത്തിലാണ് 240 സീറ്റ് കിട്ടിയിരിക്കുന്നത്. അതുപോലും ഈ പറയുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 224 സീറ്റുകളിലല്ലേ കഴിഞ്ഞ പ്രാവശ്യം 50% മേൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നേ. 50% മേൽ തോക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന 224 സീറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു 16 സീറ്റ് കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് വിജയമാണിത്? അപ്പോൾ വിജയമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്തെ ഒരു സവിശേഷ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വന്നൊരു സഖ്യത്തിന് അധികാരം അംഗീകരിക്കാം. അന്ന് UPA കാലത്ത് കിട്ടിയ 200 കടക്കാൻ അങ്ങയുടെ കോൺഗ്രസിന് കഴിയുകയായിരുന്നെങ്കിൽ കോൺഗ്രസ് അല്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ UPAയും ഇത് പറഞ്ഞ കണക്ക് കൊയലേഷൻ പൊളിറ്റിക്സിലേക്ക് രാജ്യം മാറിയല്ലോ സുജയ. പിന്നെ അതിനൊരു മാറ്റം വരുന്നത് ശരിയാണ്. 2014 നരേന്ദ്രമോദി വരുമ്പോഴാണ് ആ പൊളിറ്റിക്സിന് മാറ്റം വരുന്നത്. ആ പ്രാവശ്യം ശരിക്കും നരേന്ദ്രമോദിക്ക് ഉള്ള മാൻഡേറ്റ് തന്നെയാണ് 2014. 2019 മാൻഡേറ്റും നരേന്ദ്രമോദിക്കുള്ളത് തന്നെയാണ്, ഒരു സംശയമില്ല. അങ്ങനെ ഏകപക്ഷീയമായ 2 വിജയങ്ങൾ ഇന്ത്യ സമ്മാനിച്ചിട്ടുണ്ടായ യാഥാർത്ഥ്യത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ 2024 BJPക്കോ നരേന്ദ്രമോദിക്കോ ആയിട്ടൊരു വിജയം കൊടുത്തിട്ടില്ല ഇന്ത്യ. ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ 2 സർക്കാരുകളുടെ ഭരണ തുടർച്ചയുമല്ല, അത് പ്രതിപക്ഷത്ത് നിന്നിരുന്ന 2 പാർട്ടികളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നൊരു സഖ്യകക്ഷി സർക്കാരാണ് ഭരിക്കുന്നത്. BJPക്ക് ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെടാൻ കഴിയില്ല. കാരണം അതൊരു ന്യൂനപക്ഷ പാർട്ടിയാണ്. 240 സീറ്റ് കിട്ടിയിട്ടുള്ളൂ. ആ സീറ്റ് സംഘടിപ്പിക്കുന്ന തന്നെ ന്യൂനപക്ഷ വിരോധമൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല വൈകാരികമായ വിഷയങ്ങൾ എടുത്തിട്ട് അലക്കിയിട്ടാണ്. അല്ലാതെ എങ്ങനെയാ കിട്ടുക? ഈ പറയുന്ന 240 സീറ്റ് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധി, ഇങ്ങനെ രാജ്യത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന്? പക്ഷേ BJP ഒരു വലിയ പാർട്ടിയാണ്, ഒരു തർക്കവും വേണ്ട. BJP ഒരു വലിയ പാർട്ടിയാണ്. മാത്രമല്ല ഉണ്ണി ബാലകൃഷ്ണൻ 303 സീറ്റുകളാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അത്രയും എത്ര സീറ്റാ പോയത്? 63. തുടർച്ചയ്ക്ക് കിട്ടിയ അംഗീകാരമാണോ 63 സീറ്റിന്റെ നഷ്ടം? 100 അടുത്തിട്ടേ ഉള്ളൂ. UP-ൽ 64 സീറ്റാണ് NDAക്ക്. ഇപ്പൊ എത്രയാ സീറ്റ്?
അധികാരത്തിലേക്ക് മൂന്നാം വട്ടം വന്നത് NDA ആണ്. യു പിയിൽ സീറ്റ് പോയിട്ടുണ്ട്. യു പിയിൽ എന്തൊക്കെയായിരുന്നു പ്രചാരണം നടത്തിയത്? ബംഗാളിൽ പോയി, ഭരിക്കുന്ന ഹിമാചലിൽ കോൺഗ്രസ് സമ്പൂജ്യം. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പക്ഷേ നരേന്ദ്രമോദി 2014 19 മോദിയല്ല. രാഹുൽ ഗാന്ധി 2014 രാഹുൽ ഗാന്ധിയും. അദ്ദേഹത്തിന്റെ പേര് ഇന്നും സത്യപ്രതിജ്ഞ ചെയ്തത് അങ്ങനെ തന്നെയാണ്. നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് തന്നെയാണ്. NDAയുടെ മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി തന്നെയാണ്. അങ്ങ് എത്ര പറഞ്ഞാലും NDA തന്നെയാണ്. നീറ്റ് എന്നാണ് കേട്ടത്. മോദി എന്ന് കേൾക്കേണ്ടവർ കേട്ടിട്ടുണ്ട്. അങ്ങ് നീറ്റിലേക്ക് ശ്രദ്ധിച്ചത് കൊണ്ടാവും. അതെ, നീറ്റ് എന്നാണ് ഉയർന്നു കേട്ടത്. അത് ഓരോരുത്തരുടെയും താല്പര്യമാണല്ലോ. പക്ഷേ അത്ര ബലം പോരായിരുന്നു. ബലത്തിന് കുറവുണ്ടായിരുന്നു. നല്ല കുറവുണ്ടായിരുന്നു. അതെ, അത് ബലത്തിന്റെ തീവ്രത നിങ്ങൾ അളന്നുള്ളൂ. എന്തായാലും നരേന്ദ്രമോദിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതിനിപ്പോൾ നിങ്ങൾ മനസ്സിലാകാത്തവരെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വേണ്ടി പലതവണ പറയേണ്ടി വരും. ഞാനത് പറയും. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര. അല്ല, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മറ്റേ ആന്ധ്രാഭവനിലോട്ടാ ദോഷം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആന്ധ്രാഭവനിലേക്കും കർണാടക ഭവനിലേക്കും നോക്കിക്കൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ബീഹാർ ഭവൻ സോറി, ബീഹാർ ഭവൻ അല്ല, കർണാടകയിലുണ്ടല്ലോ. അങ്ങനെയാണ്. സഖ്യകക്ഷികളെ നന്നായി നോക്കും, അല്ലാതെ കൺവീനർ ആക്കാൻ വെച്ചാൽ അപ്പുറത്തേക്ക് പോവില്ല. സഖ്യകക്ഷികളെ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആക്കാൻ വെച്ചിരുന്ന നിതീഷ് കുമാർ നോക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നു. അതാണ് ഇന്ത്യ മുന്നണിയുടെ നോട്ടം. സഖ്യകക്ഷികളെ നന്നായി നോക്കും. 2019 മോദിയുടെ രണ്ടാം ഘട്ടത്തിൽ NDA എത്ര തവണ കൂടി? അല്ല, 2024 ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷമാണ് NDA 2023 4 വർഷത്തിന് ശേഷം അതായത് മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് NDAയുടെ യോഗം നരേന്ദ്രമോദി വിളിക്കുന്നത്. മാത്രവുമല്ല 25 വർഷം പൂർത്തിയായി സുജയ NDAക്ക്. 1998 രൂപപ്പെടുന്നത്. 2024 ആകുമ്പോഴത്തേക്കും 23 25 വർഷമായി അല്ലെ? 25 കാൽ നൂറ്റാണ്ടായി. ഒരാഘോഷവും ഉണ്ടായിരുന്നില്ല. വേണ്ടെന്നായിരുന്നു മോഡിയുടെ തീരുമാനം. അപ്പൊ NDA ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. BJP തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോ നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ വലിയ കയ്യടി അവിടെ കിട്ടിയ ഒരു മനുഷ്യനുണ്ട്, നിതിൻ ഗഡ്കരി. അതാണ് ഭരണ തുടർച്ചയല്ല എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ മുഖ്യമന്ത്രിയാകാൻ കേരളം ആഗ്രഹിക്കുന്നത് KK ശൈലജയാണ്. അങ്ങനെയാണെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഇതൊരു ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയല്ല. പല നേതാക്കൾ സ്വഭാവമുള്ള പാർട്ടിയല്ല. ഒരു ക്യാപ്റ്റനിൽ മാത്രമല്ല, ഒരു ക്യാപ്റ്റൻ പറയുന്നതല്ല. ക്യാപ്റ്റൻ അല്ല സർ, ദൈവമായിരുന്നു. ഓ, അത് ശരിയാ. കാരണഭൂതൻ, ദൈവം, അതൊക്കെ ആ പാട്ടിലുണ്ടായിരുന്നല്ലോ. കഴുകൻ പാട്ട്. പക്ഷേ അത് നാട്ടുകാരെ പറഞ്ഞു. ഇത് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു സർ. നാട്ടുകാരെ പറയുന്നത് മറ്റെന്തോ ഒരു പ്രശ്നമാണ് സുജയ. ഞാനിപ്പോ സുജയെ കുറിച്ച് ഇപ്പൊ പറയാണ്. സുജയ എത്ര സുന്ദരിയായിരിക്കുന്നു. അങ്ങനെ ഇടയ്ക്ക് അല്ലല്ല, വെറുതെ പറഞ്ഞ കേട്ടോ, വെറുതെ പറഞ്ഞ. അപ്പൊ അങ്ങനെ സുന്ദരിയായിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ സുജയ ഞാൻ സുന്ദരിയാണെന്ന് പറയുന്നതും ഞാൻ സുന്ദരിയാണെന്ന് പറയുന്നതിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് നരേന്ദ്രമോദി കാലത്ത് സംഭവിച്ചത്. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? നരേന്ദ്രമോദി ഞാൻ ദൈവമാണ്, എന്റെ ജന്മം ജൈവികമല്ല എന്നാണ്. അദ്ദേഹം ഞാൻ ദൈവമാണ് എന്നല്ല, ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്ത് അയച്ചതെന്നാണ് പറഞ്ഞത്. ഞാൻ ദൈവമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. എന്റെ ജന്മം ജൈവികമാണെന്നാണ് കരുതിയിരുന്നത്. അയച്ചു എന്നാണ് പറഞ്ഞത്. ജൈവികമായ കാര്യമല്ല. വരും ദിവസങ്ങളിൽ ആ പർപ്പസ് നിറവേറ്റുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊക്കെ അങ്ങേക്കും കാത്തിരുന്ന് കാണാം. അപ്പോൾ വരവറിയിച്ചോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 4, നോ എന്ന് 0. Meet the editors.